നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ചൈനയുടെ അടുത്ത ലക്ഷ്യം. ഈ അണക്കെട്ട് കെട്ടുന്നതിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് മറ്റ് പല കാര്യങ്ങളാണ്. നിലവിലെ ഏറ്റവും വലിയ 3 അണക്കെട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാക്കുന്ന 1 ട്രില്യൺ യുവാനിലധികം ചെലവ് വരുന്ന വമ്പൻ നിർമ്മിതിയാണ് ചൈന പദ്ധതിയിടുന്നത്. എന്നാൽ ബംഗ്ലാദേശിനും ഇന്ത്യയ്ക്കും വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളത്. ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ നീക്കത്തിൽ പ്രതികരിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കും, പദ്ധതി സൂക്ഷ്മമായി നിരീക്ഷിക്കും എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പദ്ധതിയിൽ ചൈനയിൽ നിന്ന് സുതാര്യത ആവശ്യപ്പെടുന്നുണ്ടെന്നും നദീജലത്തിലുള്ള അവകാശങ്ങൾ ഓർമ്മിക്കണമെന്നും ആവശ്യമുള്ളപ്പോൾ വേണ്ട നടപടികൾ എടുക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ടിബറ്റിൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുകയാണെന്ന് ചൈന പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. 3 ഗോർജസ് അണക്കെട്ടിനേക്കാൾ വലുതായിരിക്കും പുതിയ അണക്കെട്ട്. നാസയുടെ കണക്കനുസരിച്ച് ഭൂമിയുടെ ഭ്രമണം 0.06 സെക്കൻഡ് മന്ദഗതിയിലാക്കാൻ സാധിക്കുന്ന എത്ര വലുതായിരിക്കും അണക്കെട്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം പരിസ്ഥിതി ലോലമായ ഹിമാലയൻ മേഖലയിലാണ് അണക്കെട്ടെന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. പരിസ്ഥിതിയിൽ ആഘാതം ഉണ്ടാകുന്നു മാത്രമല്ല, ഉയർന്ന ഭൂകമ്പ മേഖല ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഭൂമിശാസ്ത്രപരമായി ദുർബലമായ അവസ്ഥയിലാണ്. പദ്ധതി ബ്രഹ്മപുത്രയുടെ ഒഴുക്കിനെയും നദീതടത്തെയും പ്രതികൂലമായി ബാധിക്കുമോ എന്ന ചോദ്യവും ശക്തമാണ്. നിർദ്ദിഷ്ട പദ്ധതി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ബാധിക്കുന്ന കടുത്ത വരൾച്ചയുടെയും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിനും കാരണമാകുമോ എന്ന ആശങ്കകളും ഇതിനോടകം ശക്തമാകുന്നുണ്ട്. ടിബറ്റൻ പീഠഭൂമിയുടെ ഒരറ്റത്ത് ഭൂചലന സാധ്യതയുള്ള പ്രദേശത്താണ് ചൈന അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അണക്കെട്ടിൽ സംഭരിക്കപ്പെടുന്ന ജലം രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുന്ന സാഹചര്യത്തിൽ അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കുമോ എന്ന ഒരു ആശങ്ക കൂടി നമ്മുടെ രാജ്യത്തിനുണ്ട്. ഹിമാലയത്തിലെ കൈലാസ് മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര ടിബറ്റിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിൽ പ്രവേശിച്ച് ബംഗ്ലാദേശ് കടന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. 2740 കിലോമീറ്ററാണ് നദിയുടെ ദൈർഘ്യം. യാലങ് സാങ്പോ എന്നാണ് ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നുമാണ് പേര്. യാലങ് സാങ്പോയിൽ നിന്നാണ് നിർദ്ദിഷ്ട ഭീമൻ അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങുകയെന്ന് ചൈന വെളിപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല, നിർമ്മാണം എത്ര പേരെ ബാധിക്കും, ആരെയൊക്കെ ബാധിക്കും, ഏതൊക്കെ പ്രദേശത്തു നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിലും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. അണക്കെട്ട് നിർമ്മാണം പൂർത്തിയായി പ്രവർത്തനക്ഷമമായി മാറുന്നതോടെ പ്രതിവർഷം 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ചൈന 2020 നടത്തിയ വിലയിരുത്തൽ. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലുതും മധ്യ ചൈനയിലെ യാങ്സി നദിയിൽ സ്ഥിതി ചെയ്യുന്നതുമായ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നത് 88.2 ബില്യൺ കിലോവാട്ട് വൈദ്യുതിയാണ്. ഈ കണക്ക് തന്നെ വ്യക്തമാക്കുന്നുണ്ട് യാലങ് സാങ്പോയിൽ എന്തുകൊണ്ട് ഇത്ര വലിയൊരു ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുന്നു എന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.